In this video, discuss about the various techniques that are used for improving the capacity in cellular systems. അപ്പോൾ നമ്മൾ സെല്ലുലാർ സിസ്റ്റത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം. ഈ വീഡിയോയിൽ നമുക്ക് ഡേ ബൈ ഡേ നമ്പർ ഓഫ് മൊബൈൽ യൂസേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ റേഡിയോ ചാനൽസ് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് മാത്രം തികയാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് പുതിയ ടെക്നിക്സിലേക്ക് പോകേണ്ടി വരും. എങ്ങനെ സെൽ കപ്പാസിറ്റി എങ്ങനെ കൂട്ടാം, എങ്ങനെ കവറേജ് കൂട്ടാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള 4 മെത്തേഡ്സാണ് സെൽ സ്പ്ലിറ്റിംഗ്, സെൽ സെക്ടറിങ്, യൂസിങ് റിപ്പീറ്റേഴ്സ്, മൈക്രോസോൺ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെയാണ് സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സബ്ഡിവൈഡിങ് എ കൺജസ്റ്റഡ് സെൽ ഇൻറ്റു സ്മോളർ സെൽസ്. അപ്പോൾ നമുക്ക് അറിയാം, സെല്ലുലാർ സിസ്റ്റത്തിൽ സെൽസിനെ നമ്മൾ ഹെക്സാഗണൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെക്സാഗണൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സെൽസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ട്രാഫിക് നീഡ്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിനലി വളരെ കസ്റ്റമേഴ്സ് കൂടിയ ഒരു സെല്ല് കാണും, ഭയങ്കര ഡെൻസിറ്റി കൂടിയ ഒരു സെല്ല് കാണും. ആ സെല്ലിനെ നമ്മൾ മാക്രോ സെൽ എന്ന് വിളിക്കും. ആ പർട്ടിക്കുലർ സെല്ലിനെ ആയിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ മൈക്രോ സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ സെല്ലുകൾ വരും. അപ്പോൾ ഓരോ ചെറിയ സെല്ലിനും ഓരോ ബേസ് സ്റ്റേഷൻ ആൻറ്റിന പുതിയതായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നമുക്കോരോ ഫിഗർ വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ സെല്ലിൻ്റെയും കോർണറിൽ ഓരോ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്, ABCDEF എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വളരെ ചെറിയ റേഡിയസിൽ പുതിയ പുതിയ സെൽസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് കാണാം. ഈ ഒരു മെത്തേഡാണ് നമ്മൾ സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീക്വൻസി റീയൂസ് പ്ലാനിന് ഒരു ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെല്ലിൻ്റെ റേഡിയസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സെല്ലിൻ്റെ റേഡിയസ് കുറയ്ക്കുന്നതനുസരിച്ചിട്ട് സെല്ലിൻ്റെ സൈസ് കുറയും. സെല്ലിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ചിട്ട് സെല്ലുകൾ തമ്മിലുള്ള അകലം കുറയും. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, Q=B/R എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം റേഡിയസും കുറയുന്നുണ്ട്, അതനുസരിച്ചിട്ട് തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൽസും കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഒറിജിനൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒറിജിനൽ സെല്ലായിരുന്നു. ലാർജ് സെൽ, അവിടെ ലോ ഡെൻസിറ്റി ആയിരുന്നു. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയിലായിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. അപ്പോൾ സിറ്റിയിൽ ഈ പറയുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ചാനൽ കപ്പാസിറ്റി ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം കുറച്ചുകൂടി സിറ്റിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി കിട്ടണം. അപ്പോൾ നമ്മൾ ഇവിടെ പുതിയൊരു സെല്ല് ഫോം ചെയ്ത് പോയി. അപ്പോൾ അതിനെ കുറച്ചുകൂടി സ്മാൾ സെല്ലാണ്, അവിടെ ഡെൻസിറ്റി വീണ്ടും കൂടി. അപ്പോൾ അതിലും ഡെൻസിറ്റി കൂടിയ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഏറ്റവും ഹയർ ഡെൻസിറ്റി. അപ്പം ട്രാഫിക് ഡെൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഫിഗറാണ് കാണിച്ചേക്കുന്നത്. ഓരോ കളറും കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സെൽസും ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസും ആയിരിക്കും ഓരോ സെല്ലിൽ ഉള്ളത്. ഇത് ബ്ലൂ സെല്ലിൽ ഉള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ ഉള്ള ചാനൽസ് ആയിരിക്കത്തില്ല ഈ ഗ്രീൻ സെല്ലിൽ കാണുന്നത്, അതായിരിക്കത്തില്ല ഈ റോസ് സെല്ലിൽ കാണുന്നത്. അപ്പോൾ അതായിരുന്നു തുടക്കത്തിലുള്ള നമ്മളുടെ മാക്രോ സെൽ എന്ന് പറയുന്നത്. ഇനി ആ മാക്രോ സെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാണാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഗ്രീൻ സെല്ലായിരുന്നു. ആ ഗ്രീൻ സെല്ലിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പുതിയ സെൽസ് വന്നിരിക്കുന്നത്. അപ്പം വലിയൊരു സെല്ലുണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് തന്നെ നമുക്ക് വേറെ സെൽസ് വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ
അവിടെ എല്ലാം പുതിയ പുതിയ ആൻറ്റിനാസും വരുന്നുണ്ട്. പുതിയ ബേസ് സ്റ്റേഷനും പുതിയ ആൻറ്റിനാസുമാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ വലിയ സെല്ലിൻ്റെ ഒരു ആൻറ്റിന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഈ സിഗ്നലിനെ റീച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ഇവിടെ വരുന്നതും ഇങ്ങോട്ടേക്കും പോകാനായിട്ട് പാടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി റീയൂസ് പ്ലാനിനകത്ത് ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് പവർ ഓഫ് ട്രാൻസ്മിറ്റർ ഷുഡ് ബി റെഡ്യൂസ്ഡ്. ട്രാൻസ്മിറ്റ് ആൻറ്റിനയുടെ പവർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് PR = ട്രാൻസ്മിറ്റഡ് പവർ ഇൻറ്റു റേഡിയസ് റേസ് ടു -n പാത്ത് എക്സ്പൊണൻ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ. അപ്പം പുതിയ സെല്ല് വരുമ്പോഴത്തേക്കും പുതിയ സെല്ലിൻ്റെ പവർ എന്ന് പറയുന്നത് PR × R/2 റേസ് ടു -n എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. R/2 എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ പുതിയ സെല്ലിൻ്റെ റേഡിയസ് ആണ് നമ്മൾ R/2 ആയിട്ട് എടുക്കുന്നത്. n = 4 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 12 dB കുറവ് പവർ ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി നമുക്ക്. ഫ്രീക്വൻസി റീയൂസ് പ്ലാൻ ഓഫ് സിസ്റ്റം ഷുഡ് ബി പ്രിസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മെയിൻ ഒറിജിനൽ സെല്ലിന് ഒരു 100 ചാനൽസാണ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ചെറിയ സെല്ലിനും ആ 100 ചാനൽസും അലോട്ട് ചെയ്ത് കൊടുക്കണം. ഇൻ സെൽ സ്പ്ലിറ്റിംഗ് ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി കെയർഫുള്ളി മോണിറ്റേർഡ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഇൻ സെൽ സ്പ്ലിറ്റിംഗ് അലോക്കേഷൻ ഓഫ് ചാനൽസ് ടു ദ ന്യൂ സെൽസ് must be done very cautiously. So, in order to avoid co-channel interference, cells must follow the minimum reuse distance principle. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെല്ലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് സെൽസ് കൂടും. നമ്പർ ഓഫ് സെൽസ് കൂടുന്നതനുസരിച്ചിട്ട് കപ്പാസിറ്റിയും കൂടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ ഇത് ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ സെല്ലും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ നമ്മൾ സെല്ല് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സെൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഇൻ്റർഫറൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചാനലിലേക്ക് നമ്മൾ അലോട്ട് ചെയ്യുന്ന സെല്ലിലേക്ക് നമ്മൾ ചാനൽസ് അലോട്ട് ചെയ്യുമ്പോഴത്തേക്കും നോക്കി അലോട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർഫറൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മിനിമം ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അടുത്തത്, പവർ ലെവൽസ് ഓഫ് ട്രാൻസ്മിറ്റേഴ്സ് ഫോർ ന്യൂ ആൻഡ് ഓൾഡ് സെൽസ് മസ്റ്റ് ബി റീഡിസൈൻഡ്. ഇഫ് ദ ട്രാൻസ്മിറ്റർ ഓഫ് ഓൾഡ് സെൽ ഹാസ് ദ സെയിം പവർ ആസ് ദാറ്റ് ഓഫ് ന്യൂ സെൽസ്, then the channels in old cell interfere with channels of new cell. But if the power level of transmitter is too low, then it may result into sufficient area coverage. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നമ്മൾ ഇപ്പോൾ വലിയൊരു സെല്ല് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും സ്മോൾ സെൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പിങ്ക് കളറിലെ സെല്ല് നോക്കുക. അപ്പോൾ ആ പിങ്ക് കളറിലെ സെല്ലിൽ മുമ്പേ ഒരു ആൻറ്റിന ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആ പിങ്ക് കളർ സെല്ലെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ആൻറ്റിന ഉണ്ടായിരുന്നു. ഈ ആൻറ്റിന നേരത്തെ എല്ലാ ഡയറക്ഷനിലും സിഗ്നൽ വരുന്ന രീതിയിലായിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആൻറ്റിനയ്ക്കകത്താണ് നമുക്ക് പുതിയതായിട്ട് 2 സെല്ലും കൂടെ വന്നിരിക്കുന്നത്. അപ്പം പഴയ പവർ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് എന്ത് പറ്റും, ഈ സിഗ്നൽസ് ഇവിടെയും കയറാൻ തുടങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസ്മിറ്ററിൻ്റെ ആൻറ്റിനയുടെ പവർ റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് റെഡ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കവർ ചെയ്യാത്ത ഭാഗത്ത് ചിലപ്പോൾ വീക്ക് സിഗ്നൽസ് ആയിപ്പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അതിൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, ഇൻ ഓർഡർ ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് പോയിൻറ്റ് 2, ദ ചാനൽസ് ഓഫ് മാക്രോ സെൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. The channels in the first part are for the new cell and the other part consists of channel for old cell. Splitting of cells is done according to the number of subscribers present in the areas, and the power levels of the transmitter must be redesigned according to the allocated channels to old and new cells. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരു എക്സ്പാൻഷൻ പോലെ പറഞ്ഞിരിക്കും, ഡിസ്ക്രിപ്ഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നമ്മൾ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. വീണ്ടും ചെറിയ സെൽസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടൈമിലും ഇത്രയും യൂസർ ഡെൻസിറ്റി ഉണ്ടാകണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പീക്ക് അവറിലായിരിക്കും ഇത്രയും യൂസർ ഡെൻസിറ്റീസ് വരുന്നത്. അപ്പോൾ ആ ടൈമിലേക്ക് മാത്രം ഈ സെല്ല് ഓണാക്കി ഇടുകയും അല്ലാത്ത സമയത്ത് നമ്മളുടെ
പഴയ സെല്ല് മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലും കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൽ സ്പ്ലിറ്റിങ്ങിൽ തന്നെ ഇതുപോലെ പുതിയ സെൽസ് ക്രിയേറ്റ് ആവും. അപ്പം സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഇതുപോലെ ആവശ്യം വരത്തില്ല. നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുതലുള്ളതും ട്രാഫിക് കൂടുതലുള്ള സ്ഥലത്തായിരിക്കും നമുക്ക് ഈ സെൽ സ്പ്ലിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ മാത്രം അത് അറ്റ് എ പർട്ടിക്കുലർ ടൈമിലായിരിക്കും അത് വേണ്ടത്. അപ്പോൾ ആ ടൈമിൽ അനുസരിച്ചിട്ട് നമ്മൾ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആൻറ്റിനാസ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ആൻഡ് പവർ ലെവൽസ് ആർ യൂസ്ഡ് ഫോർ സ്മൂത്ത് ആൻഡ് ഈസി ഹാൻഡ് ഓഫ് ആൻഡ് ദിസ് ടെക്നിക് ഈസ് കോൾഡ് അംബ്രല്ല സെൽ അപ്രോച്ച്. Using this approach, large coverage area is provided for high-speed users and small coverage area to low-speed users. Therefore, the number of call handoff is maximized for high-speed users and provides more channels for slow-speed users. അംബ്രല്ല സെൽ അപ്രോച്ച് എന്ന് പറഞ്ഞൊരു അപ്രോച്ചാണ്. നമുക്ക് ഹൈറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ട് ആൻറ്റിന കീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈൽ ഡിവൈസ് ഇപ്പോൾ കാറിൽ പോകുന്നവരും സ്പീഡിൽ പോകുന്നവരും അങ്ങനെ, അതാണ് ഹൈ സ്പീഡ് യൂസേഴ്സ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് ഹാൻഡ് ഓഫ് ചെയ്യേണ്ടി വരും. ചില യൂസേഴ്സിന് അങ്ങനെ ഹാൻഡ് ഓഫ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഡിഫറൻസ് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും അംബ്രല്ല സെൽ അപ്രോച്ച് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. The main idea behind cell splitting is the rescaling of entire system. In cell splitting, reuse factor d/r is kept constant. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. റേഡിയസ് കുറയ്ക്കുകയാണ് ശരിക്കും സെൽ സ്പ്ലിറ്റിങ്ങിൽ ചെയ്യുന്നത്. പക്ഷേ റേഡിയസ് കുറയ്ക്കുന്നതനുസരിച്ച് ടിയും കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് d/r റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ d/r റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഹൈ കപ്പാസിറ്റി അച്ചീവ് ചെയ്യുകയാണ്. അതാണ് സെൽ സ്പ്ലിറ്റിങ്ങിൽ നടക്കുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് സെക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൽ സ്പ്ലിറ്റിങ്ങിൽ d/r റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ d/r റേഷ്യോ ഡിക്രീസ് ചെയ്തുകൊണ്ട് ആണ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം d/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽ റീയൂസ് ഫാക്ടർ Q എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു √3n എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ d/r റേഷ്യോ കുറയ്ക്കുകയാണ്. d/r റേഷ്യോ കുറയ്ക്കുമ്പോഴത്തേക്കും തന്നെ 6 കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് കുറയ്ക്കുന്നത്. സോ ദാറ്റ് മീൻസ് d ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ d ഡിക്രീസ് ചെയ്തു. d/r റേഷ്യോ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി n ഡിക്രീസ് ചെയ്യും. n ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലസ്റ്റർ സൈസ് കുറഞ്ഞു. അതായത് 7 സെല്ലുണ്ടായിരുന്ന സ്ഥലത്ത് 4 സെല്ലായി. അപ്പോൾ എന്ത് പറ്റും, ഓരോ സെല്ലിനും നമ്പർ ഓഫ് ചാനൽസ് ഇൻക്രീസ് ചെയ്യും. ഓരോ സെല്ലിൻ്റെ നമ്പർ ഓഫ് ചാനൽസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആയിരിക്കും കപ്പാസിറ്റി കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക് എന്ത് പറ്റും, 7 സെല്ലുള്ളിടത്ത് 4 സെല്ലായിട്ട് മാറുകയാണ്. 7 സെൽ റീയൂസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 4 സെല്ലായിട്ട് മാറുമ്പോഴത്തേക്കും കോ ചാനൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് d കുറയുന്നുണ്ട്. അതായത് കോ ചാനൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുകയാണ്. ഡിസ്റ്റൻസ് കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇൻ്റർഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഈ ഇൻ്റർഫറൻസിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പം കപ്പാസിറ്റി കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കുറഞ്ഞുകൊണ്ട് കപ്പാസിറ്റി കൂടി. പക്ഷേ n 7ൽ നിന്ന് 4ലേക്ക് ആയപ്പോഴത്തേക്കും കോ ചാനൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കുറഞ്ഞു. അപ്പോൾ ആ ഡിസ്റ്റൻസ് കുറഞ്ഞത് കാരണം എന്ത് പറ്റി, ഇവർ തമ്മിലുള്ള ഇൻ്റർഫറൻസ് കൂടി. അപ്പോൾ ഇൻ്റർഫറൻസ് കൂടിയത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്ടറിങ്ങിൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സെല്ലിലെല്ലാം ഒമിനി ഡയറക്ഷണൽ ആൻറ്റിന ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് പറ്റി, നമ്മൾ സെക്ടേർഡ് ആൻറ്റിനാസ് യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഡയറക്ഷണൽ ആൻറ്റിനാസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒമിനി ഡയറക്ഷണൽ മാറ്റിയിട്ട് സെക്ടറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്നെങ്കിൽ 60 ഡിഗ്രീസ് വെച്ചിട്ട് സെക്ടർ ചെയ്യാം, ഇല്ലെങ്കിൽ 120 ഡിഗ്രി വെച്ചിട്ട് സെക്ടർ ചെയ്യാം. അപ്പം ആ ഡയറക്ഷനിലേക്ക്, അപ്പോൾ ഈ ഒരു സെക്ടറിലേക്ക് മാത്രം ഒരു ആൻറ്റിന, അടുത്ത സെക്ടറിലേക്ക് വേറൊരു ആൻറ്റിന, അടുത്ത സെക്ടറിലേക്ക് വേറൊരു ആൻറ്റിന. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ സെക്ടറിലും എൻ്റെ നമ്പർ ഓഫ് ചാനൽസ് കുറഞ്ഞു തുടങ്ങി. അതാണ് സെക്ടറിങ്ങിൽ നടക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞാൽ ഈ സെൽ ഈസ് ഡിവൈഡഡ് എയ്തർ ഇൻറ്റു 3 120 ഡിഗ്രീസ് അല്ലെങ്കിൽ 6 60 ഡിഗ്രി സെക്ടേഴ്സ്. When sectoring technique is used in cellular systems, the channel used in a particular sector are actually broken down into sectored groups, which are only used inside that particular sector. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 സെക്ടറായിട്ടാണ് തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചാനൽസ് ഇവിടെ മാത്രം, ഇവിടെ വേറൊരു ചാനൽസ്, ഇവിടെ വേറൊരു ചാനൽ, അങ്ങനെ പോകും. With
7-cell reuse pattern and 120-degree sectors. The number of interfering cells in the neighboring tier is brought down from 6 to 2. 7-cell reuse പാറ്റേണിൽ ഞാൻ 120-degree സെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് 6-ൽ നിന്ന് 2-ലേക്ക് പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല, പക്ഷേ ഈ ഫിഗർ കാണുമ്പോഴത്തേക്കും കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു സാധാ സിസ്റ്റം ഇതെന്ന് പറയുന്നത് 7-cell റീയൂസ് ആണ്. 1 2 3 4 5 6 7 സെല്ലുണ്ട്. നടുക്കത്തെ സെല്ലിൽ ഒരു ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിന ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലിന് വരാവുന്ന കോ ചാനൽസിൽ നിന്നുള്ള ഇൻ്റർഫറൻസസ് ആണ് കാണിച്ചേക്കുന്നത്. ഇത് 1 2 3 4 5 6 6 ആൻറ്റിനയിൽ നിന്നുള്ള ഇൻ്റർഫറൻസ് നമുക്ക് വരുമായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ സെക്റ്റേഡ് ആൻറ്റിന ആക്കിയപ്പോഴത്തേക്കും ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് 2 സിസ്റ്റത്തിൽ നിന്ന് 2 ആൻറ്റിനാസിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻ്റർഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിഗർ നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് 5 എന്ന് പറയുന്ന സെല്ല് നോക്കുക. 5 5 5 5 5. അപ്പം ഇവിടെ എങ്ങനെയാണ് ഈ സെക്ടറിങ് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായി നോക്കുക. സാധാ ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിന ആയിരുന്നുണ്ടെങ്കിൽ ഈ 5-ൽ നിന്ന് ഈ 5-ൽ നിന്ന് ഈ 5-ൽ നിന്ന് ഈ 5 ഈ 5 ഈ 6 5-ൽ നിന്നുള്ള സിഗ്നലിൻ്റെ ഇൻ്റർഫറൻസ് നമ്മളിവിടെ വന്നേനെ. സെക്റ്റേഡ് ആൻറ്റിന ആയപ്പോഴത്തേക്കും നമ്മൾ നോക്കിയാൽ ഈ ഒരു ആൻറ്റിനയിൽ നിന്നും മാത്രമേ നമുക്ക് ആ ഒരു സിഗ്നലിൻ്റെ ഇത് വരുന്നുള്ളൂ. നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഇതിനപ്പുറത്തോട്ടാണ് പോയേക്കുന്നത്. അപ്പം ഈ ആൻറ്റിനയെ ആകെ ഇവർ രണ്ടുപേരിൽ നിന്നുള്ള ഇൻ്റർഫറൻസ് മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇതാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞത്. ഇതാണ് സെക്ടറിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്ടറിങ് കൊണ്ട് അഡ്വാൻറ്റേജ് എന്നാൽ സെക്ടറിങ് കൊണ്ട് എങ്ങനെ കോച്ചാനൽ ഇൻ്റർഫറൻസ് കുറഞ്ഞു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് അത് പറയുന്നതിന് മുമ്പ് സെക്ടറിങ് നമുക്ക് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നമ്പർ ഓഫ് ആൻറ്റിനാസ് വേണ്ടി വന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെല്ലിനെ തന്നെയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു സെല്ലിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എന്ത് പറ്റി, ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ തന്നെ നമ്പർ ഓഫ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് എനിക്ക് ഇൻക്രീസായി. നമ്പർ ഓഫ് ഹാൻഡ് ഓഫ് ഇൻക്രീസായി. ഓരോ പർട്ടിക്കുലർ സെക്ഷനിലും നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ട്രങ്കിങ്ങിനെ ബാധിക്കും, ട്രങ്കിങ് എഫിഷ്യൻസിനെ അത് ബാധിക്കും. ഇതൊക്കെയായിരുന്നു സെക്ടറിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്ടറിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് മാറ്റിയെടുക്കാനായിട്ട് വന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് മൈക്രോ സെൽ സോൺ കോൺസെപ്റ്റ്. അപ്പോൾ മൈക്രോ സെൽ സോൺ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ റിസോഴ്സിനെ ഷെയർ ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇറ്റ് വിൽ ഷെയർ സം റേഡിയോ എക്യുപ്മെൻറ്റ് ബൈ ഡിഫറെൻറ്റ് മൈക്രോ സെൽസ്. അപ്പം നേരത്തെ പറഞ്ഞ ഹാൻഡ് ഓഫ് കുറയ്ക്കുകയും വേണം, എന്നാൽ കപ്പാസിറ്റി കൂട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ സെൽ സോൺ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ തൽക്കാലം നമ്മുടെ സെല്ലിനെ നമ്മൾ സർക്കുലറായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ സർക്കുലർ സെല്ലായിരുന്നു. ആ സെല്ലിനകത്ത് നമ്മൾ 3 ചെറിയ പുതിയ സെല്ലുകളെ കീപ്പ് ചെയ്തു. 1 2 3 അങ്ങനെ 3 ചെറിയ സെല്ലുകളെ കീപ്പ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഓരോ സെല്ലിലും ഓരോ ചെറിയ ആൻറ്റിനാസും പ്ലേസ് ചെയ്തു. ട്രാൻസ്മിറ്ററും റിസീവറും ഏറ്റവും ചെറുത് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇവരെല്ലാം കൂടെ നമ്മുടെ ഒരു പഴയ ഒരു ബേസ് സ്റ്റേഷൻ സാധാരണ നമ്മൾ അകത്തായിരുന്നു പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് തൽക്കാലം നമ്മളിവിടെ പുറത്ത് പ്ലേസ് ചെയ്തേക്കുകയാണ്. ബേസ് സ്റ്റേഷൻ ആൻറ്റിനയുണ്ട്. അവിടെ നമുക്കൊരു പുതിയ സംഭവം കൊണ്ടുവന്നു, സോൺ സെലക്ടർ എന്നും പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത ഓരോ ചെറിയ സോണിലേക്കും ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഓരോ ലിങ്ക് കൊടുത്തു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സോൺ ഉണ്ടായിരുന്നു. ആ വലിയ സോണിനെ സ്പ്ലിറ്റ് ചെയ്ത് 3 ചെറിയ സോണുകളാക്കി. ഓരോ സോണിനും നമ്മൾ ഓരോ ആൻറ്റിനാസ് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഈ ആൻറ്റിനാസിൻ്റെ എല്ലാം ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മളുടെ ബേസ് സ്റ്റേഷൻ ആൻറ്റിനയായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. നമ്മൾ ഗ്യാപ്പിലും വേറെ വേറെ ആൻറ്റിനാസ് പ്ലേസ് ചെയ്യും. തൽക്കാലം ഫിഗറിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ സെല്ലെടുത്തു. ആ സെല്ലിനെ നമ്മൾ 3 ചെറിയ സെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തേക്കാണ് ചെയ്യുന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരൊറ്റ ബേസ് ആൻറ്റിനേ ഉള്ളൂ. അത് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഹാൻഡ് ഓഫ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡ് ഓഫ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഒരു മൊബൈലുണ്ട്. ഈ കാറിനകത്തായിരുന്നു മൊബൈൽ ഇരിക്കുന്നത്. ഈ വണ്ടി ഇങ്ങനെ പോയി അടുത്ത സെല്ലിലേക്ക് കയറുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഹാൻഡ് ഓഫ് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ കേസിലെന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേ ബേസ് സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം സോൺ മാറുന്നതനുസരിച്ചിട്ട് സോൺ സെലക്ടർ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മാറുന്നതനുസരിച്ചിട്ട് അത് ബേസ് സ്റ്റേഷനെ അറിയിക്കും. അപ്പം ബേസ് സ്റ്റേഷന് മനസ്സിലാക്കും സോൺ 1-ൽ നിന്ന് സോൺ 2-ലേക്ക് പോവുകയാണ്. അപ്പം എന്ത് ചെയ്യും, സോൺ സെലക്ടർ വഴി 2-ലേക്കുള്ള സിഗ്നലായിരിക്കും പിന്നീട് നമ്മൾ എടുക്കുന്നത്.
ഹൈവേസിലൂടെ എല്ലാം വണ്ടി പോകുമ്പോൾ സമയത്ത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ഹാൻഡ് ഓഫ് വരാതെ തന്നെ മൈക്രോ സെൽ സോൺ കോൺസെപ്റ്റ് വഴി നമുക്ക് ഹാൻഡ് ഓഫ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും when the mobile user moves from one zone to another within the same cell, the mobile user can keep the same channel for the call progress. The effect of interference is very low due to installation of low power transmitters. Better signal quality is possible. Fewer handoffs when a call is in progress. ഇനി അടുത്ത ഫെസിലിറ്റി എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സ് ഫോർ റേഞ്ച് എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മൾ ഹിൽ സൈഡ്സിലും ടണൽസിലും ഒക്കെ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് റേഡിയോ റിപ്പീറ്റേഴ്സിനെ കൊണ്ട് വെക്കുന്നു. അത് റിപ്പീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സെല്ലിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും കവറേജ് കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സ്പ്ലിറ്റിംഗ് ആയിരുന്നു. സെൽ സ്പ്ലിറ്റിങ്ങിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൺജഷൻ കൂടിയ സെല്ലിനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ കൺജഷനുള്ള സെല്ലിനെ നമ്മൾ മാക്രോ സെൽസ് എന്നും ഇത് മൈക്രോ സെൽസ് എന്നും വിളിക്കും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കപ്പാസിറ്റി കൂട്ടും. സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്പർ ഓഫ് സെൽസ് കൂടും. അപ്പം ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെയിൻ ഇതിനകത്ത് ഒരു 80 ചാനൽസ് ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും സ്പ്ലിറ്റ് ചെയ്യുന്ന ഓരോ സെല്ലിനും ആ 80 ചാനൽസും കാണും. അപ്പോൾ എന്ത് പറ്റും, തുടക്കത്തിൽ എനിക്ക് എൻ്റെ ഒരു ഏരിയയിൽ ഞാൻ ഒരു 3 സെല്ല് വെച്ചിട്ട് 3 സെല്ലായിരുന്നു ഉണ്ടായിരുന്നത് വെക്കുക. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാനൊരു 12 സെല്ലാക്കിയാലും 12 × 80 ചാനൽസ് കിട്ടും. തുടക്കത്തിൽ എനിക്ക് 3 × 80 ചാനൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെൽ സെക്ടറിങ് ആയിരുന്നു. സെക്ടറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, D/R റേഷ്യോയിൽ D ഡിക്രീസ് ചെയ്യും. അങ്ങനെ നമുക്ക് N ഡിക്രീസ് ആവും. അത് വെച്ചിട്ട് ഓരോ സെല്ലിലും അസൈൻ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ചാനൽസ് ഇൻക്രീസ് ആവും. അങ്ങനെ നമുക്ക് കപ്പാസിറ്റി കൂടും. അവിടെ നമ്മൾ കോ ചാനൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നതിനെ പേടിക്കണമായിരുന്നു. പക്ഷേ അതിനെ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെക്ടേർഡ് ആൻറ്റിനാസ് യൂസ്. മൂന്നാമത്തെ നമുക്ക് മൈക്രോ സെൽ സോൺ കോൺസെപ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്തും സെല്ലിൻ്റെ കവറേജും കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സെൽ കപ്പാസിറ്റി ആൻഡ് കവറേജസിൽ പറയാനുള്ളത്.